മുടി പറഞ്ഞ പോലെ എന്തൊക്കെയോ ആക്കി വെച്ച് നല്ല രീതിയിൽ കാണുന്ന പാവം എന്ന് പറഞ്ഞ പോലെ അത്ര വലിയ പാവമൊന്നുമില്ല ഞാൻ. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം അത് ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും നല്ലത് അല്ലേ. എൻ്റെ കറിയും നടക്കും, നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ കറി എന്താണെന്നായിരിക്കും ഇപ്പോൾ ഒരു ചോദ്യം. വേറെ ഒന്നല്ല കേട്ടോ, നമ്മളതാ വെള്ളരിക്ക. അപ്പം നമ്മൾ അന്നത്തെ വിഷുവിൻ്റെ ഒക്കെ വെള്ളരിക്ക ആയിരുന്നു കേട്ടോ. അതിൽ മുറിച്ച് ഇത്രയും വരും. അപ്പം ഇത് വെള്ളരിക്ക എല്ലാം കൂടി ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് വെള്ളരിക്ക ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് ഒരു കറി, അതാണ് സംഭവം കേട്ടോ. അങ്ങനെ ഒരു കറി നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ പിന്നെ പണിയില്ലാത്തപ്പോൾ ഉണക്കച്ചെമ്മീനും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതാണ് ഇന്നത്തെ ഒരു കറി കേട്ടോ. പിന്നെ ഇന്നലത്തെ ഇത്തിരി ചിക്കൻ്റെ കറി ഇരിപ്പുണ്ട് കേട്ടോ. ആ ധൈര്യത്തിലാണ് ഈ കറിയിനകത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അല്ലാണ്ട് ഇത് മാത്രമൊന്നും നമുക്കിവിടെ നടക്കൂല. അപ്പം പിന്നെ ഇതാ എൻ്റെ കമ്മൽ കണ്ടിട്ടില്ലേ അല്ലേ? കമ്മൽ എങ്ങനെയുണ്ട്? രസമുണ്ട്. അപ്പോൾ ഒരു ഇതിലങ്ങനെ ഇട്ടിട്ട് പോയതാട്ടോ. കടയിൽ പോകാനുണ്ടായിരുന്നു, അന്നേരം ഒന്ന് പെട്ടെന്ന് അങ്ങനെ ഇട്ടിട്ട് പോയതാണ്. അപ്പം എന്തായാലും ചോദ്യങ്ങൾ എന്തായിരുന്നല്ലേ അല്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ച കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല. പിന്നെ സാനി, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയൊരു വീഡിയോ അതിൻ്റെ പുറകിൽ വന്നതാണ് കേട്ടോ ആ കമൻറ്റ്. അപ്പോൾ അതിനകത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ സാനി, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഇവിടുത്തെ അമ്മ എവിടെ പോകും, അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ സബീപ്പൊക്കെ അതുപോലെ തന്നെ പെങ്ങന്മാരുടെ കാര്യങ്ങൾ എനിക്ക് നാത്തൂന്മാരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവർക്കും അറിയാം. കാണാത്തവരായിരിക്കും ചിലപ്പം, എന്നാലും ഞാൻ പറയും. അപ്പോൾ എനിക്ക് സബീപ്പൊക്കെ 2 പെങ്ങന്മാരാട്ടോ ഉള്ളത്. 2 പെങ്ങന്മാർ. മൂത്താൾ ചേച്ചിമാരാണ്, 2 ചേച്ചിമാരാണ്. മൂന്നാമത്തെ മുടിയനായ പുത്രനാണ് മൂന്നാമത്തെ പുത്രനാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ പറിച്ചിട്ടുണ്ടല്ലോ അല്ലേ, 3-ാം കാലി എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞത് കേൾക്കണ്ടത്. അപ്പോൾ മൂന്നാമത്തെ പുത്രനാണ് കേട്ടോ. അതിൽ പിന്നെ മൂത്ത ചേച്ചി മാഹിയിലാണ്. പിന്നെ രണ്ടാമത്തെ ചേച്ചി നമ്മളെ ഇവിടെ. ഞങ്ങൾക്ക് നടക്കേണ്ട ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇല്ല, 5 മിനിറ്റ് നടക്കേണ്ട ഒരു ദൂരേ ഉള്ളൂ. ഇരുനാവിൽ തന്നെയാണ് രണ്ടാമത്തെ ചേച്ചി വീടെടുക്കുന്നത്. ഇപ്പം അവിടെ ചേച്ചി വാടകയ്ക്ക് നിൽക്കുന്നുണ്ട്. വീട് അവർ എടുക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ വീഡിയോസിലുണ്ട്, പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇവിടെ നടക്കേണ്ട ദൂരേ ഉള്ളൂ, അവിടെയാണ്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ ഉള്ള യാത്രയൊക്കെ ആണെങ്കിൽ അമ്മ ഇരുനാവിൽ നിൽക്കും, ചേച്ചീൻ്റെ അടുത്ത് നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അതിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതങ്ങനെയാണ് കേട്ടോ സംഭവിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലേ ചേച്ചിമാരെങ്ങനെയാണ്. പിന്നെന്ന് വെച്ചാൽ പിന്നെ ഒരു കമൻറ്റ് എൻ്റെ മുടീൻ്റെതായിരുന്നു കേട്ടോ. മുടി പറഞ്ഞ പോലെ എന്തൊക്കെയോ ആക്കി വെച്ച് നല്ല രീതിയിൽ ആ ചേച്ചി മുറിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് പറപ്പിച്ചൊക്കെ തന്നതാട്ടോ. പക്ഷേ എന്താ പറയുക, അത് നോക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ് അല്ലേ. അവരത് ബ്യൂട്ടി പാർലർ നല്ല വൃത്തിയിൽ ചെയ്തു തരാം. പിന്നെ അത് സംരക്ഷിക്കേണ്ട കടമ നമ്മളുടേത് മാത്രം ചെയ്യൂല. എനിക്കില്ലേ പണ്ടേ ഉള്ള എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ എനിക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അതാണ് എൻ്റെ ഒരു ശീലം. ഈ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുളിച്ച് അങ്ങനെയൊക്കെ പണ്ടേ. ഇപ്പം ഈ ഇടയാണ് ചന്ദനക്കുറിയൊക്കെ കളയാൻ തുടങ്ങിയത്. അതുവരെ ഒരു ചന്ദനക്കുറി ഇല്ലാണ്ട് എവിടെയും പോകില്ല. ജീൻസ് ഇട്ടാലും ടീഷർട്ടിലാലും ചന്ദനക്കുറി തുടങ്ങുന്ന ഒരു ശീലം. ഇപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ട് പറയൂട്ടോ, സനി അത് മാറ്റി ഇത് മാറ്റി എന്നൊക്കെ പറയൂട്ടോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി തുടങ്ങിയതാണ്. അപ്പം ഇങ്ങനെയാണ് ഇപ്പം എന്തായാലും മുടി ഭംഗിയില്ലാണ്ടൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവുന്ന കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഇടാണ്ട് എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഞാനങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇടാണ്ട് ഒന്ന് പറപ്പിക്കുകയൊക്കെ ചെയ്ത് അടിപൊളിയായി. അതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം എന്തായാലും മുടി കുഴപ്പമൊന്നും മുറിച്ചതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. വെളിച്ചെണ്ണ ഇടുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, സൂക്ഷിക്കായിട്ടൊന്നല്ല. വെളിച്ചെണ്ണ ഇടും ഞാൻ, അതാണ്. വെളിച്ചെണ്ണ ഇട്ട് നല്ല വൃത്തിയിൽ, അതാണ് എൻ്റെ മനസ്സിലൊരു വൃത്തി എന്നെല്ലാം പറയുന്നത്. അങ്ങനെ പറഞ്ഞു നേരം കൊണ്ട് കുടിവെള്ളം ആയിട്ടാ. കുടിവെള്ളം ഞാൻ അടുപ്പിൽ തന്നെ വെക്കൂട്ടാ. എനിക്ക് ഗ്യാസുമ്മൽ ഞാൻ വെക്കില്ല, അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ച് തിളപ്പിച്ചെടുക്കോട്ടാ. അങ്ങനെയാണ് കുടിവെള്ളം വെക്കല്. കാരണം അത്രയും ഗ്യാസ് കളയണ്ടല്ലോ അല്ലേ. 2 കലം വെള്ളമൊക്കെ തിളച്ചിടുമ്പോൾ എന്തോരം ഗ്യാസ് വേണം. അപ്പം ഇങ്ങനെ ചെയ്യൂട്ടാ. കുടിവെള്ളം അങ്ങനെ ആക്കി വെക്കും. അടുത്ത ശേഷം പറയണ്ടേ.
അച്ഛൻ മരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛനിപ്പം അയ്യപ്പൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞ കേട്ടാ. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ കുറേയൊന്നും അങ്ങനെ വീട്ടിൽ പോയി നിൽക്കാറില്ല. ഇപ്പം രാവിലെ പോകും, അതുപോലെ തന്നെ രാത്രിയാകുമ്പോഴേക്കും എത്തും. ആ ഒരു രീതിയിലൊക്കെയാണ് പോക്കും വരവൊക്കെ കേട്ടാ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ 1 ദിവസം 2 ദിവസം നിൽക്കും, അത്രയൊക്കെ നിൽക്കലുള്ളൂ. ഇപ്പോൾ പൊതുവെ അങ്ങനെയാണ് ഇപ്പം നിൽക്കൽ. ഇതുപോലത്തെ കമൻസൊക്കെ എന്നോട് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണെന്ന് എനിക്കറിയാം കേട്ടോ. ഒരുപാട് പേര് എന്നെക്കുറിച്ച് അറിയാനുള്ള ആ ഒരു ഇതും പിന്നെ എങ്ങനെയാണ് അതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണെന്ന് അറിയാം. പിന്നെ അതല്ലാണ്ട് ഞാൻ ഫേസ്ബുക്കിൽ അത് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഫോട്ടോ ഇട്ട സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായ ഒരു കമൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അങ്ങനെ എന്നോട് അങ്ങനത്തെ കളി കളിക്കാൻ തന്നാലും ഞാൻ എന്തായാലും തിരിച്ചും നന്നായിട്ട് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ കാണുന്ന പാവം എന്ന് പറഞ്ഞ പോലെ അത്ര വലിയ പാവമൊന്നുമില്ല ഞാൻ. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു, ഞാനിവിടെ കൊടുക്കാം എന്തായാലും അത്. അപ്പം ഈ ഒരു കമൻറ്റില്ലേ, ഇത് ഇപ്പം ആവശ്യമുള്ള ഭാഗം ഞാനത് എന്തായാലും കാണിച്ചിട്ടില്ല. പക്ഷേ അത്രയും നല്ലൊരു കമൻറ്റ് ഇട്ട ആ വിദഗ്ധന് ഞാൻ നല്ലൊരു പണി തന്നെ കൊടുത്തേട്ടാ. ഫേസ്ബുക്കിൽ നല്ലൊരു ഫോട്ടോ, അതായത് പുള്ളിയുടെ ഫോട്ടോ അടക്കം ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരോടും പറയാൻ പാടില്ല. നമ്മൾ പറഞ്ഞത് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ വീട്ടിലിരിക്കുന്ന പാവൻ്റെ അമ്മനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വെറുതെ വിടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നല്ലൊരു മറുപടി ഞാനതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോരാണ്ട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇഷ്ടം പോലെ നല്ല പൊങ്കാലുണ്ട്. ഏകദേശം ഒരു 10 ലക്ഷം പേര്, 1 മില്യൺ ആ ഫോട്ടോ പോയിട്ടുണ്ട്. 10 ലക്ഷം പേര് ആ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഫോട്ടോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ അങ്ങനെയൊന്നും ഒരാളോട് കമൻറ്റ് ഇടാൻ പാടില്ല. നമുക്ക് എന്തും ചീത്ത എന്തും പറയാം, സോഷ്യൽ മീഡിയയാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ വന്നിങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്യണേന് നമ്മളെ അച്ഛനമ്മമാരെയൊക്കെ വെറുതെ ഇരിക്കണ ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമല്ലേ. അപ്പം നമ്മളൊരു പണി കൊടുക്കണ്ടേ, അങ്ങനെ ഒരു പണി കൊടുത്തതാണ്. അതുകൊണ്ടില്ലേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഫേസ്ബുക്കിലൊക്കെ വന്ന് എനിക്ക് ഇടാൻ കുറച്ച് പേടിയുണ്ട്. ഒന്ന് ചിന്തിക്കും, കാരണം ഇവളെടുത്തിട്ട് അലക്കും എന്നറിയാം. അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ടേ എല്ലാവരും ഇടുന്നുള്ളൂ. അതുകൊണ്ട് കുറേ ഭാഗം എനിക്ക് നെഗറ്റീവ്സ് കുറവാണ്. 2 ദിവസം മുന്നേ ഞാൻ ഇതുപോലെ പകുതി വെള്ളരിക്ക എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞത് എവിടെ എത്തിയിട്ടില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് എവിടെ ഒന്ന് മനസ്സ് നിറഞ്ഞ് കൂട്ടിയിട്ടില്ല, വേഗം കഴിഞ്ഞു പോയി, അത്രേ എടുത്തുള്ളൂ. ആരും കൂട്ടൂല എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷെ നോക്കുമ്പോൾ കറി അങ്ങ് തീർന്നു പോയി. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് അധികം വെക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ കുറച്ച് വെക്കുമ്പോഴേക്കും ടേസ്റ്റ്. ഇന്നിപ്പോൾ കുറച്ച് അധികം വെച്ച് വയ്ക്കാം, ആർക്കും വേണ്ടി വരില്ല, അതിന് ടേസ്റ്റും കറിയും അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെള്ളരിക്ക് ഞാനിങ്ങനെ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറച്ചധികം തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ പച്ചവെള്ളം ചേർക്കില്ല. പച്ചവെള്ളം ചേർക്കാത്തതല്ലേ നല്ലത്. പച്ചവെള്ളം നമ്മൾ കുറേ വെക്കണേക്കാട് നല്ലത് കുറച്ച് വെള്ളം അധികം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ബാക്കി ഉണ്ടെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് അരക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയാണ്. ഞാൻ അത് 2 പച്ചമുളക് കിട്ടണം. ഇനി മെയിൻ സാധനം നമുക്ക് നന്നാക്കി എടുക്കാനുണ്ട്. അത്രയും പച്ചമുളക് മുറിച്ചിട്ടിട്ട് ഉണക്കച്ചെമ്മീൻ നന്നാക്കി എടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലേശം മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അപ്പോഴേക്കും ഒരു ഗസ്റ്റ് ലൈൻ കിടക്കാൻ എല്ലാവരും ഉടക്കച്ചിങ്ങനെ എടുക്കാണ്ട. ഇതിവിടെ ഓണാക്കി വെച്ചേക്കണെങ്കിൽ ഈ ചൂടിന് ഇത്തിരി ലൈൻ കിട്ടിയ കല്യാണം വിളിക്കാൻ വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് കല്യാണം വളരെ പൂരോണം കൊണ്ട് കല്യാണം വന്നാൽ പിന്നെ ഒരു സന്തോഷമാണല്ലേ. കല്യാണക്കത്ത് അയ്യോ തിരിഞ്ഞു പോയല്ലേ. അങ്ങനെ കല്യാണം ചെമ്മീൻ നുള്ളാൻ വേണ്ടിയിട്ട് ഫാനുള്ളിടത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പിന്നെ ചൂടിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അയ്യോ ചൂടിനവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു കാലുണ്ട്. ഓ കാല് പിടിക്കാനല്ലോ പോകുന്നേ. ഫാനിട്ടോണ്ട് ഒച്ചൊന്നും കേൾക്കില്ല. കണ്ടില്ലേ, ചെമ്മീനൊന്ന് തലയെ കളഞ്ഞ് ഉള്ളി എടുക്കട്ടെ. തലയും വാലയെ കളയുള്ളൂ, ബാക്കിയൊന്നും കളയില്ല. ചില മിക്സിയിലിട്ട് പൊടിക്കേണ്ടതല്ലേ നമുക്ക്. മിക്സിയിലിട്ട് പൊടിക്കേണ്ടതല്ലേ നമുക്ക്. ഫാനിൻ്റെ ഒച്ചകാരണം കേൾക്കുന്നുണ്ടാവില്ല. അപ്പം ഇത് നന്നാക്കി എടുത്തിട്ട് കാണാട്ടോ.
അങ്ങനെ ഉണക്കച്ചെമ്മീൻ നുള്ളാൻ വേണ്ടിയിട്ട് അവിയപ്പനോട് അവിടെ പോയിരുന്ന് വെറുതെ 2-3 വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഒക്കെ നടത്തി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് പഴയങ്ങാടിയിൽ ഒരു ഉത്സവമൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് പോകണോ വേണ്ടിയോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചർച്ചകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അപ്പോൾ എന്തായാലും ആ ചർച്ചകൾക്കിടയിൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇങ്ങോട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുണ്ട് കാര്യം. അപ്പോൾ അത് ചെമ്മീൻ ഞാൻ നന്നാക്കി ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് ചൂടാക്കിയിട്ട്, വറക്കൊന്നും വേണ്ട, ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, അതാ പയറൊക്കെ ഞാൻ ഒലുത്തി വെച്ചിട്ടുണ്ട്. അത് രാവിലെ ഒലുത്തി കഴിഞ്ഞതാണ്. അത് രാവിലെ ഒലുത്തിയൊക്കെ വെച്ചതാണ് കേട്ടോ. പയറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പരിപാടി വരുന്നത്. ഒരു ചിക്കൻ കറി ഉണ്ടാവുമ്പില്ലേ ഭയങ്കര ആശ്വാസം. നമ്മളിഷ്ടത്തിന് എന്ത് ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അവയൊക്കെ ഉള്ളൂ ഇങ്ങനെയുള്ള നിർബന്ധങ്ങളില്ല. ഞങ്ങൾക്ക് പച്ചക്കറി ആണെങ്കിലും ഞങ്ങൾ 3 ആളും കഴിച്ചോളൂ. അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും നന്ദൂനാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നന്ദൂനെ ഞാനൊരു മുട്ടയൊക്കെ വറുത്ത് അങ്ങനെ ഒപ്പിക്കും. അതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അവൻ സെറ്റാണ്. ഞാൻ നമ്മൾ ഉണങ്ങിയിരിക്കണ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമുള്ള ജാറിൽ പറ്റൂലല്ലോ, അപ്പം നല്ല ഉണങ്ങിയ ജാറിൽ. അപ്പോൾ ഞാൻ പൊടിച്ചതായി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് ഇതിനകത്തേക്ക് അങ്ങോട്ട് തട്ടുകയാണ്. സിമ്പിൾ പരിപാടിയല്ലേ, ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതങ്ങോട്ട് തട്ടി ഇതങ്ങോട്ട് ഇനി ഇതങ്ങാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചൊവയാട്ടോ. പച്ചച്ചെമ്മീൻ ഇട്ടൊക്കെയായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയേക്കണത് ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടാട്ടോ വെള്ളരിക്ക വെച്ചേക്കണതുണ്ട്. കുറച്ച് വെള്ളം ജാസ്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അരക്കാനൊക്കെ ആവശ്യമാണല്ലോ. ഇനി ഇതിങ്ങോട്ട് ഒരു 1-2 വിസിൽ കേട്ടാൽ സെറ്റ് ചെയ്യും. അപ്പോൾ തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങയിൽ ഞാൻ ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അങ്ങോട്ട് അരക്കാൻ പോകും കേട്ടോ. ജീരകമൊന്നും കൂട്ടിയിട്ടില്ല. ജീരകമൊന്നും ഞാൻ കൂട്ടാറില്ല കേട്ടോ, കാരണം പരമാവധി ഞാൻ ജീരകം എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കണം. എനിക്കത് ഇഷ്ടമല്ല ജീരകം. സംഭവം നല്ലതാണ്, ഗ്യാസിനൊക്കെ അടിപൊളിയാണ്, എല്ലാത്തിലും കറികളിൽ കൂട്ടുന്നത് നല്ലതാണ്. പക്ഷെ എനിക്ക് വിസിൽ അടിക്കുന്നുണ്ട്. ഒരു 3 വിസിൽ അങ്ങോട്ട് ഓഫാക്കി. ഇത് ഞാൻ അരച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ള. ഇതിനകത്ത് വെള്ളം ഇതിനകത്ത് ബാക്കി ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ ഈ വെള്ളം ഊറ്റി ഈ വെള്ളം ഊറ്റിയിട്ട് ഈ അരപ്പിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചവെള്ളം ചേർക്കണ്ടല്ലോ. അപ്പോൾ ഇനി കുക്കർ ഫ്രീ ആകുന്നത് വരെ വിശ്രമം വേണം. അപ്പം എന്തായാലും ഇല്ലേ, പിന്നെ ഇതിനകത്ത് ഞാൻ ഇത് കറിയുടെ ഒന്നും ശരിക്കും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പച്ചമീൻ ഇടുന്ന പോലെ ഉണക്കച്ചെമ്മീൻ ഇട്ടാൽ അത്രയേ ഉള്ളൂ. പിന്നെ ചുമ്മാ കുശലം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും അറിയണം, എൻ്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്തോട്ടാ. പിന്നെ പറയാൻ പറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന്. പറയാൻ പറ്റാത്തതിപ്പോൾ പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും പറയാൻ പറ്റുന്നത് ഞാൻ എന്തായാലും പറയും. ഞാനിങ്ങനെ തന്നെ കേട്ടോ, ഇത്തിരി പിരിവ് പോയതാണ്. അപ്പോൾ ഈ പിരിവ് പോയതിന് എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്, കുറച്ച് ആൾക്കാർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാതെ എന്തൊരു ജന്മടാ അങ്ങനെ വിചാരിക്കും. അപ്പം എന്തായാലും വീഡിയോ നിർത്തണോ അതോ കറി കാണണോ? കറി കാണണമെങ്കിൽ ഒന്ന് കറി കണ്ടിട്ട് വന്നേക്കാം അല്ലേ. ഇത്തിരി മാമണ്ണത് ചോറിനത് കുടിക്കണം, വേർത്ത് കുളിക്കുന്നു. അപ്പം എന്തായാലും ചോറ് തിന്നണത് കാണാം അല്ലേ. കറി എന്തായാലും ഇത്രയും നിങ്ങൾ കണ്ടു നിന്നിട്ട് പിന്നെ ആ കറിയൊന്നും കാണിച്ചില്ല സനി എന്ന് പറയണ്ടല്ലോ. എന്നാൽ അതുകൂടി ഒന്ന് കണ്ടേക്കാം. ഇനിയൊന്നുമില്ല, അരവങ്ങോട്ട് കാച്ചണം, കഴിക്കണം. അവിടെ നിന്ന് ഇവിടെ വന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. ഇപ്പല്ലേ പിന്നെ കമ്മലങ്ങോട്ട് മാറ്റിയാലോ, ചേരാത്ത പോലെ ഉണ്ടാ. ഇതൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുമോയെന്ന് അറിയില്ല. മാറ്റി ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു പാവം ഞാനല്ലേ. ഇല്ല, അങ്ങനെ പാവം ആവണില്ല, ഇതൊക്കെ അവിടെ കിടക്കട്ടെ. എപ്പോൾ അങ്ങനെ പാവം ആയാലോ. കുറച്ച് കൂടിയതാവട്ടെ. കമ്മലൊക്കെ ഇടുമ്പോൾ കുറച്ച് കൂടിയതാവും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ കണ്ട് എങ്ങനെയിരിക്കണം. അവിടെ ഇരിക്കട്ടെ, എന്തും വരട്ടെ. അങ്ങനെ ദാ എൻ്റെ വെള്ളരിക്ക ഇങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇപ്പം നിങ്ങൾ കേൾക്കണ്ട, അയ്യോ ഒരു പറ വെള്ളം ഉണ്ടല്ലോ എന്ന് അല്ലേ. ഇല്ല, ഒന്നും പേടിക്കാനില്ല, ആരും ഒന്നും പേടിക്കണ്ട. ഇത്രയും വെള്ളമൊക്കെ നമുക്ക് എപ്പോഴും ഉള്ളതാണ്. ഇനി ഇത് ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ വെള്ളരിക്ക നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ടോ നിങ്ങളിതാ ഈ അരവിലോട്ട് അങ്ങോട്ട് വെള്ളം ഈ വെള്ളരിക്കയിലോട്ട് അരവ് അങ്ങോട്ട് ഒഴിച്ച് ഇനി അതൊക്കെ കഴുകി ഒഴിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ അതൊക്കെ കഴുകി അങ്ങോട്ട് ഒഴിച്ച് ജാറൊക്കെ കഴുകി നല്ല
നല്ല ക്ലീനാക്കി അങ്ങോട്ട് ഒഴിച്ചു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്നും കൂടി അങ്ങോട്ട് ഇളക്കി അതിൻ്റെ വെള്ളം ഒന്നും കൂടി നോക്കി ഇപ്പുറം ഉണ്ടായിരുന്ന അരവ് അതും കഴുകി വെച്ച്. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങോട്ട് തിരക്കായിട്ടാണ്. കാരണം ഇപ്പോൾ വന്നിട്ട് ചോറ് ചോദിക്കുക ഇവിടെ എൻ്റെ ഇപ്പുറം ഇരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ വേഗം പരിപാടിയാക്കിയിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അവിടെ തിളപ്പിക്കാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. അതൊക്കെ ഇനിയൊന്നും പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പിന്നെ കുറച്ച് ഇത്തിരി കൂടി ഒരു വെള്ളം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സത് കളയാൻ വേണ്ടി അനുവദിക്കുന്നില്ല, കാരണം മുളക് പൊടിയും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തും വരട്ടെ ഇതിനകത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഇനി അങ്ങോട്ട് മിക്സാക്കി. എന്തായാലും കറി ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ കുറുകും. അപ്പോൾ അത് ഇത്തിരി വെള്ളം അധികം പറ്റുന്നല്ല. അപ്പോൾ കുറച്ച് വെള്ളം അധികമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ താളിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ നിങ്ങൾ, കറക്റ്റായിട്ട് കിട്ടിയിട്ട വെള്ളമൊക്കെ ഇപ്പോൾ അധികം ഉണ്ടോ കണ്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ കറക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഞാനും ആദ്യം ഒന്ന് പേടിച്ചു ഇത്തിരി വെള്ളം കൂടുതലായി പോയോന്ന്. ഇല്ല കേട്ടോ, പക്ഷെ അങ്ങനെ ഒന്നും പേടിക്കാനില്ലല്ലോ. ഇപ്പോൾ നല്ല കുറുങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കഴിക്കാൻ പോകണമെന്ന് അറിയില്ല, വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് തിരക്കിലായിപ്പോയിട്ടാ. ഫസ്റ്റ് കറി താളിക്കലും ഇതൊന്നും ഭയങ്കര തിരക്കിലായിപ്പോയി. കാരണം ചോറും ചോദിച്ചിട്ട് ഒരാൾ ഇവിടെ ഇരിക്കല, ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, ചോറായിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. അതിനിടയ്ക്ക് എനിക്കൊരു ഫോണൊക്കെ വന്ന്, അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ പോയി. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ ഉച്ചയൂണ് അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ കറിയൊക്കെ ഒഴിച്ച് നല്ലൊരു മഞ്ഞക്കറിയാണ്, മഞ്ഞക്കറിയാണ്. അപ്പോൾ എന്തായാലും ചോറൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഒരു പിടി എല്ലാവർക്കും വേണ്ടിയിട്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിക്കണം. കൊള്ളാട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, ഒരു കാന്താരിയും കൂടി ഇതിലിങ്ങനെ ഒട്ടൊക്കെയാണെങ്കിൽ സൂപ്പറാട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ? ശരി കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചോദിച്ചോട്ടാ, ഞങ്ങൾക്ക് സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ടാറ്റ.